കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പോര് സമാനതകളില്ലാത്ത വാക്പോരിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ച RSS ബാന്ധവ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിയായിരുന്നു മുഖ്യമന്ത്രി. ചില്ലറ വോട്ടിങ്ങിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഇടതുപക്ഷമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു. RSS ബന്ധം മുതൽ വയനാട് പുനരധിവാസം വരെയും ലൈഫ് മിഷൻ പദ്ധതിയിലെ തടസ്സങ്ങൾ മുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ വരെയും മുഖ്യമന്ത്രി തന്റെ വാർത്താസമ്മേളനത്തിൽ ചർച്ചയാക്കി. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരാമർശം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്കെതിരെയുള്ളതായിരുന്നു. താൻ RSSുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്തിയെന്ന വി.ഡി. സതീശന്റെ ആരോപണത്തെ മുഖ്യമന്ത്രി പുച്ഛിച്ചു തള്ളി. ശുദ്ധ അസംബന്ധം പറയാൻ സതീശന് ഒരു മടിയുമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ RSS തന്നെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അവരുടെ പ്രധാന ടാർഗറ്റ് എന്നും താനായിരുന്നുവെന്നും ഇപ്പോഴത്തെ ആരോപണങ്ങൾ രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടിനു വേണ്ടി എന്ത് നിലവാരമില്ലാത്ത ആരോപണവും ഉന്നയിക്കാമെന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് അധപ്പതിച്ചുവെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. നാണം കെട്ട് പല കൂട്ടുകെട്ടുകൾക്ക് പിന്നാലെയും പോയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളതെന്നും അത്തരം ശീലം ഇടതുപക്ഷത്തിനില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി നിശിതമായി വിമർശിച്ചു. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് UDFന്റെ സഹായമെന്ന് അദ്ദേഹം ആരോപിച്ചു. വയനാട്ടിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് അതിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തിയത് കഴിഞ്ഞ മാസമാണ്. ഇത്രയും കാലം അവർ എവിടെയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. UDF പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നടപ്പാകാറില്ല. പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നതിലാണ് കാര്യം. ദുരന്തത്തിന്റെ പേരിൽ പണം പിരിച്ചിട്ട് അത് അർഹമായവരിലേക്ക് എത്തിക്കാത്തത് അതീവ ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ സർക്കാർ ഏകപക്ഷീയമായ തീരുമാനമല്ല എടുത്തതെന്നും പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും നേരിട്ട് വിളിച്ച് ചർച്ച ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മതനിരപേക്ഷതയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാനോ വിജയിക്കാനോ കഴിയൂ എന്ന് വിചാരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഗുരുവായൂരിലെ ജനങ്ങൾ ഇത്തരം പ്രസ്താവനകൾ കേട്ട് തെറ്റിദ്ധരിക്കപ്പെടില്ലെന്നും അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടിനെ അപരമത വിദ്വേഷത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദമായി സംസാരിച്ചു. പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ച UDF കൺവീനറുടെ പഴയ പ്രസ്താവനകളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2001 അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പദ്ധതി തന്നെ റദ്ദാകുമെന്നാണ് UDF കൺവീനർ പറഞ്ഞിരുന്നത്. എന്നാൽ ജനങ്ങൾ നൽകിയ തുടർഭരണം ആ പദ്ധതിയെ സംരക്ഷിച്ചു. 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു. ഇതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് നൽകാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി. ആകെ ചിലവാക്കിയ തുകയിൽ 2300 കോടി രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം. ബാക്കി 19,000 കോടി രൂപയും സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ കണ്ടെത്തിയതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനർഗേഹം പദ്ധതിയുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രംഗത്തെത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ ലക്ഷണമൊത്ത RSS ഏജന്റാണെന്ന ഗുരുതര ആരോപണമാണ് സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. 1977 മുതലുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്തു പറഞ്ഞാണ് സതീശൻ തിരിച്ചടിക്കുന്നത്. മുഖ്യമന്ത്രി നുണകളുടെ കേന്ദ്രമായി മാറിയെന്നും വയനാട് വിഷയത്തിൽ സർക്കാർ പരാജയം മറയ്ക്കാനാണ് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതെന്നും UDF ആരോപിച്ചു. കേരള രാഷ്ട്രീയത്തിലെ രണ്ട് കരുത്തരായ നേതാക്കൾ നേർക്കുനേർ നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. വികസന നേട്ടങ്ങളും കേന്ദ്ര അവഗണനയും LDF ചർച്ചയാക്കുമ്പോൾ RSS ബന്ധവും അഴിമതിയും ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് UDF ശ്രമിക്കുന്നത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് വോട്ടർമാർ തീരുമാനിക്കും.